പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായില്ല. അതേസമയം കോടതി ഫീസും ഭൂനികുതിയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ധനപ്രതിസന്ധി കേരളം അതിജീവിച്ചിരിക്കുന്നുവെന്നറിയിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. അടിസ്ഥാന സൌകര്യ മേഖലയുടെ വളർച്ചയ്ക്കൊപ്പം നിക്ഷേപ സമാഹരണത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. വിഴിഞ്ഞത്തിന് ഊന്നൽ നൽകിയ ബജറ്റ് വയനാടിനെയും കൈവിട്ടില്ല എന്നുള്ളതാണ് ഗുണപരമായ കാര്യം. അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്ന് മാത്രമാണ് ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സാമൂഹിക സുരക്ഷിതത്വം ക്ഷേമം എന്ന മേഖലയ്ക്കായി 706.71 കോടി രൂപ വകയിരുത്തുന്നത് മുൻവർഷത്തേക്കാൾ 80.98 കോടി രൂപ അധികമാണ്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി 33,210 കോടി രൂപ ചെലവാക്കി. അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിന്റെ 2% തുക മാത്രമേ കിട്ടുന്നുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പു തരികയാണ്. സർക്കാർ ജീവനക്കാർക്കും വിരമിച്ചവർക്കുമുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതും ഉണ്ടായിട്ടില്ല. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡുവും നൽകും. DA കുടിശ്ശികയുടെ 2 ഗഡുവിന്റെ ലോക്ക് ഇൻ പീരീഡ് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം കോടതി ഫീസും ഭൂനികുതിയും വർദ്ധിപ്പിച്ചു. ഇതിനെ ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷം എതിർത്തു. യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബഡ്ജറ്റ്. 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് നമ്മൾ അറിയണം. ഭീകര കൊള്ളയാണ് ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത്. ഭൂനികുതിയൊന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ 50% വർധനവാണ് ഭൂനികുതിയിൽ. സാധാരണക്കാരെ നികുതി വർധനവ് ബാധിക്കുന്നില്ല എന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. സോഷ്യൽ സെക്യൂരിറ്റിയും എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ കുറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതുപോലെ പ്ലാനിനകത്ത് വലിയ തോതിൽ ഒരു കുറവ് വരുന്നില്ല. ഇടക്കാലത്ത് ഈ വന്ന വല്ലാത്തൊരു ക്രൈസിസിന്റെ പ്രശ്നം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മേഖലയുടെയും വെട്ടിക്കുറച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെ ആശുപത്രി ചെലവ്, മരുന്ന്, ഭക്ഷണത്തിന്റെ കാര്യം, കൂലി, ശമ്പളം, ഡെയിലി വേജസ് ഉള്ള ഒത്തിരി കാര്യമുണ്ട്. അതിനൊന്നും ഒരു കാര്യവും വെട്ടിക്കുറയ്ക്കുന്ന പ്രശ്നമില്ല. അതിനൊന്നും തർക്കം വരത്തില്ല. കേന്ദ്ര അവഗണനയ്ക്കിടയിലും കേരളത്തിന്റെ സമ്പദ്സ്ഥിതി മെച്ചപ്പെടുന്നു എന്നാണ് ധനവകുപ്പിന്റെ വാദം. എല്ലാ മേഖലയിലും ബാധിക്കുന്ന തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടായിരുന്നുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.